Hi dear students, welcome back to 9th standard social science class. We are here discussing the first chapter from geography, that is Sun, the ultimate source. And this is the third class, or this is the third video from this unit. And in the last two classes, we discussed mainly about insolation, terrestrial radiation, and other processes of heat transfer in the atmosphere, heat budget, and diurnal range of temperature, daily mean temperature, isotherms, etc. And today we are starting with factors influencing the distribution of temperature. So today in this class, we are mainly focusing on this topic. That means the factors influencing the distribution of temperature. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണോ എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ച ഒരു സെന്റൻസ് ഉണ്ട്, യു നോ ദാറ്റ് ടെമ്പറേച്ചർ വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓൺ ദി എർത്ത് സർഫസ്. നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ എർത്ത് സർഫസിൽ ടെമ്പറേച്ചർ എല്ലാ സ്ഥലത്തും ഒരേപോലെയല്ല, ഈക്വൽ അല്ല, സെയിം അല്ല. ദാറ്റ് വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, അല്ലെ? ഓരോ സ്ഥലത്തും എന്താണ് ടെമ്പറേച്ചർ ഡിഫറെന്റ് ആണ്. സോ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ? അപ്പൊ എന്തുകൊണ്ടാണോ ടെമ്പറേച്ചർ ഡിഫറെന്റ് ആവുന്നത്, ആ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. So these are the factors influencing the distribution of temperature. The first factor we are going to discuss is latitude. Okay, 4 factors ആണ് നമുക്ക് നോക്കാനുള്ളത്. The first factor latitude, second factor altitude. ഈ latitude എന്ന് പറയുമ്പോൾ അക്ഷാംശം, നമ്മുടെ ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ, അങ്ങനെയൊക്കെയുള്ള ലാറ്റിറ്റ്യൂഡ്സ് ആണ് നമ്മൾ ഒരു ഫാക്ടർ ആയിട്ട് പറയുന്നത്. അതേപോലെ സെക്കൻഡ് വൺ ആൾട്ടിറ്റ്യൂഡ് ആണ്. ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ് ഓഫ് എ പ്ലേസ്, ഹൈറ്റ് ഓഫ് ദി പ്ലേസ്, ഒരു സ്ഥലത്തിന്റെ ഉയരമാണ് മറ്റൊരു ഘടകമായിട്ട് പറയുന്നത്. ആൻഡ് ദ തേർഡ് ഫാക്ടർ നിയർനെസ് ഓഫ് ഓഷ്യൻ. നിയർനെസ് ഓഫ് ഓഷ്യൻ മീൻസ് സമുദ്ര സാമീപ്യം, സമുദ്രത്തിന്റെ ഒക്കെ സാന്നിധ്യം എന്ന് പറയാം, പ്രസൻസ്. ആൻഡ് ദി ഫോർത്ത് ഫാക്ടർ വിൻഡ്സ്, കാറ്റുകൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള 4 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. 4 ഫാക്ടേഴ്സ് ആണ് എന്തിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്? ദി ഫാക്ടേഴ്സ്, ദീസ് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, അന്തരീക്ഷത്തിലെ ഈ ഒരു ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ താപവിതരണത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഏറ്റവും ആദ്യം ലാറ്റിറ്റ്യൂഡ് ആണ് നമ്മൾ നോക്കുന്നത്. അക്ഷാംശ സ്ഥാനം, ഒരു പ്രദേശത്തിന്റെ ലാറ്റിറ്റ്യൂഡ് ആ പ്രദേശത്തിന്റെ ടെമ്പറേച്ചറിന് വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. യു ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ദി സൺലൈറ്റ് ഈസ് മോസ്റ്റ് ഇന്റൻസ് ഇൻ ദി ട്രോപ്പിക്കൽ റീജിയൻ. സൂര്യപ്രകാശം ഏറ്റവും തീവ്രതയിൽ കിട്ടുന്നത് എവിടെയാണ്? ഇൻ ദി ട്രോപ്പിക്കൽ റീജിയൻ ആണ്. ട്രോപ്പിക്കൽ പ്രദേശങ്ങളിലാണ് അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് സൺലൈറ്റ് ഏറ്റവും വേർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഹൈ ഇന്റൻസിറ്റിയിൽ കിട്ടുന്നത് ട്രോപ്പിക്കൽ റീജിയനിലാണ്. ദി റീജിയൻ റിസീവ്സ് മോർ എനർജി ആസ് ദി സൺസ് റേസ് ആർ ഓൾമോസ്റ്റ് വേർട്ടിക്കൽ. എന്തുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റിയിൽ കിട്ടുന്നത്? ബിക്കോസ് ഇവിടെ പറയുന്നു ദിസ് region means the tropical region receives more energy as the sun's rays are almost vertical. അതായത് ട്രോപ്പിക്കൽ റീജിയനിൽ സൂര്യപ്രകാശം എങ്ങനെയാണ് കിട്ടുന്നത്? ആസ് വേർട്ടിക്കൽ റേസ്, അതായത് ലംബമായി നേർകുത്തനെയാണ് ഈ ട്രോപ്പിക്കൽ റീജിയനിലേക്ക് സൂര്യപ്രകാശം പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇന്റൻസിറ്റി ഓഫ് ഹോട്ട്നെസ് വളരെ കൂടുതലായിരിക്കും, ചൂട് വളരെ കൂടുതലായിരിക്കും എന്നർത്ഥം. അപ്പൊ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് ഏറ്റവും ഇന്റൻസിറ്റിയിൽ കിട്ടുന്നത് എവിടെയാണ്? ട്രോപ്പിക്കൽ റീജിയനിലാണ്. അപ്പൊ അവിടെ ടെമ്പറേച്ചർ മറ്റ് റീജിയൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഭൂമിയുടെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ഈ ഒരു ട്രോപ്പിക്കൽ റീജിയൻ? അതേപോലെ ഇനി ഒരു ക്വസ്റ്റ്യൻ താഴെ കാണാം, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഹൗ ഈസ് സൺലൈറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടെമ്പറേറ്റ് ആൻഡ് ഫ്രിജിഡ് സോൺ? ഹൗ ഈസ് സൺലൈറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടെമ്പറേറ്റ് ആൻഡ് ഫ്രിജിഡ് സോൺസ്? നമ്മുടെ ഭൂമിയെ മൊത്തം നമ്മൾ ഓരോരോ സോണുകളാക്കി തിരിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും സെൻട്രൽ ഭാഗത്ത് വരുന്ന ഒരു സോണാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രോപ്പിക്കൽ റീജിയൻ, ട്രോപ്പിക്കൽ സോൺ എന്ന് പറയുന്നത്. ആ ട്രോപ്പിക്കൽ റീജിയനിലാണ് സൺലൈറ്റ് ഏറ്റവും ഇന്റൻസിറ്റിയിൽ കിട്ടുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
പിന്നെയോ ഇവിടെ ചോദിക്കുകയാണ് ഹൗ ഈസ് സൺലൈറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടെമ്പറേറ്റ് ആൻഡ് ഫ്രിജിഡ് സോൺ. അപ്പൊ ഈ ട്രോപ്പിക്കൽ സോൺ കഴിഞ്ഞ പിന്നെ ഈ ടെമ്പറേറ്റ് സോണിലും ഫ്രിജിഡ് സോണിലും ഒക്കെ സൺലൈറ്റ് എങ്ങനെയാണ് റീച്ച് ചെയ്യുന്നത്? അതാണ് ചോദ്യം. എക്സാമിന് വരുന്ന ഒരു ചോദ്യം അല്ലെങ്കിലും നമ്മൾ അറിയേണ്ട ഒരു ചോദ്യമാണ്. അപ്പോ ഏതാണ് ഈ ടെമ്പറേറ്റ് സോൺ ആൻഡ് ഫ്രിജിഡ് സോൺ? അത് നമുക്ക് അറിയണമല്ലോ. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് അറിയണം. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു ചിത്രം ഉണ്ടല്ലോ, ഈ ഒരു ചിത്രം ഞാനൊന്ന് സൂം ചെയ്ത് അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് വരച്ചു നോക്കാം, ഒന്ന് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ഈ ഒരു ടെമ്പറേറ്റ് സോൺ, അതേപോലെ തന്നെ ഫ്രിജിഡ് സോൺ, അതേപോലെ ട്രോപ്പിക്കൽ റീജിയൻ, ട്രോപ്പിക്കൽ സോൺ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതെന്താണ്, നമ്മുടെ ഭൂമിയാണ് അല്ലെ. നമ്മുടെ ഭൂമിയിൽ നമുക്കറിയാലോ ഒരു 23.5 ഡിഗ്രി ടിൽറ്റ് നമ്മുടെ ആക്സിസിനുണ്ട്. അച്യുതണ്ടിന് ഒരു ചെരിവുണ്ട്. അപ്പൊ ആ ഒരു ചെരിവോട് കൂടിയുള്ള ഒരു ഭൂമിയെയാണ് ഇവിടെ വരച്ചത്. എല്ലാ ചിത്രങ്ങളും ഇങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ നേരെയുള്ള വരകൾ ഉണ്ടാവും, ഭൂമിയെ നേരെ കൊടുത്തുണ്ടാവും. ഇതൊക്കെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ചെരിച്ചും നേരെയൊക്കെ കൊടുക്കാറുണ്ട്. എനിവേ ഇത് നമ്മുടെ ഭൂമിയാണ്. അപ്പൊ അവിടെ ഞാൻ കുറച്ച് ലൈൻസ് വരയ്ക്കാം, ശ്രദ്ധിക്കാം. സോ ദിസ് ലൈൻ എല്ലാവർക്കും അറിയാം, ഏറ്റവും മിഡിൽ ഭാഗത്തുള്ള സെൻട്രൽ ഭാഗത്തുള്ള ലൈനാണ് ഇക്വേറ്റർ. ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡും ആണ് ഇത്, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് ഇക്വേറ്റർ എന്ന് പറയും, ഭൂമധ്യരേഖ. ആ ഇക്വേറ്ററിനോട് ചേർന്നുകൊണ്ടുള്ള ഭാഗം, ഓക്കെ, ഇക്വേറ്റർ മാത്രമല്ല ഇക്വേറ്ററിനോട് ചേർന്നുകൊണ്ടുള്ള ഈ ഒരു റീജിയൻ ഉണ്ടല്ലോ, ഇത്രയും വരുന്നൊരു ഭാഗം ഏകദേശം വരച്ചതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും ഭാഗമാണ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വിളിക്കുന്നത്. അതായത് വേറെ രീതി പറയുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഇക്വേറ്ററിന്ന് നോർത്തിലേക്ക് പോകുമ്പോൾ ഈ കാണുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെയുള്ള ഭാഗം, അതേപോലെ ഇക്വേറ്ററിന്ന് സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെയുള്ള ഈ ഒരു ഭാഗം, ഇത്രയും റീജിയനെ നമുക്ക് എന്ത് പറയാം, നേരത്തെ പറഞ്ഞ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയാം, ഉഷ്ണമേഖല എന്ന് പറയാം, ട്രോപ്പിക്കൽ റീജിയൻ. ആ ഭാഗത്താണ് സൺലൈറ്റ് ഏറ്റവും ഹൈ ഇന്റൻസിറ്റിയിൽ കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് കളർ മാറ്റി വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുമ്പോൾ 23.5 ഡിഗ്രി നോർത്ത് ആണ്. അപ്പൊ ആ ഒരു ലൈൻ മുതൽ, ആ ഒരു ലാറ്റിറ്റ്യൂഡ് മുതൽ 66.5 ഡിഗ്രി നോർത്തിലുള്ള ആർട്ടിക് സർക്കിൾ വരെ ഏകദേശം വരയ്ക്കാണ്. 66.5 ഡിഗ്രി നോർത്തിലുള്ള ആർട്ടിക് സർക്കിൾ വരെയുള്ള ഈ ഒരു ഭാഗം, ഓക്കെ, ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗം. അതേപോലെ സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ മുതൽ അതേപോലെ തന്നെ 66.5 ഡിഗ്രി, നേരത്തെ നോർത്ത് ആണെങ്കിൽ ഇപ്പൊ എന്തായി, സൗത്ത്, 66.5 ഡിഗ്രി സൗത്തിലുള്ള ലാറ്റിറ്റ്യൂഡിന്റെ പേരാണ് ഏത്, അന്റാർട്ടിക് സർക്കിൾ. ഓക്കെ, ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആൻഡ് അന്റാർട്ടിക് സർക്കിൾ, ആ ഒരു റീജിയൻ, ഇത്രയും ഭാഗം, ഇത്രയും ഈ റെഡ് മാർക്ക് ചെയ്ത ഈ ഒരു ഏരിയ, ഈ ഒരു റീജിയൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെമ്പറേറ്റ് സോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ടെമ്പറേറ്റ് സോൺ. അപ്പൊ ഏതൊക്കെ ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇടയിലാണ്, ഇൻ ബിറ്റ്വീൻ ദി റീജിയൻ ഇൻ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ആർട്ടിക് സർക്കിൾ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആൻഡ് അന്റാർട്ടിക് സർക്കിൾ ഇൻ സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ പിന്നെ ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇടയിലുള്ള നമ്മൾ റെഡ് മാർക്ക് ചെയ്ത ഈ ഒരു റീജിയൻ ആണ് ഏത് റീജിയൻ എന്നറിയപ്പെടുന്നത്, ടെമ്പറേറ്റ് സോൺ അല്ലെങ്കിൽ ടെമ്പറേറ്റ് റീജിയൻ എന്നറിയപ്പെടുന്നത്. അവിടെ സൺലൈറ്റ് എങ്ങനെയാ പതിക്കുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് പറയാം, ഉത്തരം ഒരുമിച്ച് നോക്കാം. അതേപോലെ തന്നെ ഫ്രിജിഡ് സോണും ചോദിക്കുന്നുണ്ട്. ഏതാണ് ഈ ഫ്രിജിഡ് സോൺ? അത് മറ്റൊരു കളറിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഫ്രിജിഡ് സോൺ എന്ന് പറയും. ഇനി ബാക്കിയുള്ള സ്ഥലം ഏതാ, ഈ ഒരു ആർട്ടിക് സർക്കിൾ മുതൽ നോർത്ത് പോൾ വരെയുള്ള ഭാഗം, ഓക്കെ, മുകളിലെ അറ്റം വരെ. അതേപോലെ സദേൺ ഹെമിസ്ഫിയറിൽ അന്റാർട്ടിക് സർക്കിൾ മുതൽ താഴെ സൗത്ത് പോൾ വരെയുള്ള ആ ഒരു ഭാഗം, ആ ഒരു റീജിയൻ ആണ് ഇത്, ആ ഒരു റീജിയൻ ആണ് നമ്മൾ ഫ്രിജിഡ് സോൺ എന്നറിയപ്പെടുന്നത്.
ഓക്കെ, ഫ്രിജിഡ് സോൺ എന്നൊക്കെ പറയുമ്പോൾ ഈ ശൈത്യ മേഖല, തണുത്തുറഞ്ഞ മേഖല എന്നൊക്കെയുള്ള അർത്ഥമാണ്. നമുക്കറിയാലോ, ആർട്ടിക് ആൻഡ് അന്റാർട്ടിക്, അല്ലെങ്കിൽ നോർത്ത് പോളിലും സൗത്ത് പോളിലും ഒക്കെ നമുക്കറിയാം മഞ്ഞുമലകളും മഞ്ഞു തടാകങ്ങളും മഞ്ഞുകൊണ്ട് നിറഞ്ഞു കിടക്കുന്ന സമുദ്രങ്ങളൊക്കെയാണുള്ളത്, നമുക്കറിയുന്ന കാര്യമാണ്. സോ അതാണ് ഫ്രിജിഡ് സോൺ. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവിടെ പറഞ്ഞിട്ടുള്ള ട്രോപ്പിക്കൽ റീജിയൻ, അതേപോലെ ടെമ്പറേറ്റ് സോൺ ആൻഡ് ഫ്രിജിഡ് സോൺ, ഈ ഓരോ സോണും ഈ ഓരോ റീജിയനും നമ്മുടെ എർത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ശ്രദ്ധിക്കുക. So how is sunlight distributed in temperate and frigid zones? ടെമ്പറേറ്റ് സോണിലും ഫ്രിജിഡ് സോണിലും ഒക്കെ സൺലൈറ്റ് എങ്ങനെയാണ് റീച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് സൂര്യപ്രകാശം പതിക്കുന്നത് എന്നാണ് ചോദ്യം. നേരത്തെ പറഞ്ഞ ട്രോപ്പിക്കൽ റീജിയന്റെ കാര്യം ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇനി നോക്കാനുള്ളത് ടെമ്പറേറ്റ് ആൻഡ് ഫ്രിജിഡ് സോണിൽ എങ്ങനെയാണ് അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സ്ലാൻഡിങ് സൺസ് റേസ് ഫോൾ ഓൺ ടെമ്പറേറ്റ് സോൺ. ടെമ്പറേറ്റ് സോണിലേക്ക് എത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പിന്നെ വെർട്ടിക്കലായിട്ട് നമ്മൾ പറഞ്ഞു നേരത്തെ, ഈ ട്രോപ്പിക്കൽ റീജിയനിൽ, ഇക്വറ്റോറിയൽ റീജിയൻ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയനിൽ സൺലൈറ്റ് വളരെ വെർട്ടിക്കലായിട്ട് കുത്തനെ പതിക്കുകയാണ്. എന്നാൽ അവിടുന്ന് മൂവ് ചെയ്ത് ഈ ടെമ്പറേറ്റ് സോണിലേക്ക് എത്തുമ്പോൾ സ്ലാൻഡിങ് സൺസ് റേസ് ഫോൾ ഓൺ ടെമ്പറേറ്റ് സോൺ. ടെമ്പറേറ്റ് സോണിൽ സൂര്യപ്രകാശം എങ്ങനെയാ പതിക്കുന്നത്? സ്ലാൻഡിങ് സൺസ് റേസ് എന്ന് പറയും. അതായത് ചരിഞ്ഞു പതിക്കുന്നു, നേരെ വെർട്ടിക്കലായിട്ട് കുത്തനെ പതിക്കാണ്ട് കുറച്ച് ചരിഞ്ഞാണ് പതിക്കുന്നത്. കാരണം നമ്മുടെ ഒരു ഭൂമിയുടെ ഷേപ്പ് നമുക്കറിയാം, ഒരു ബോൾ പോലെയാണ്. അപ്പൊ അതിന്റെ സെൻട്രൽ ഭാഗത്ത് വളരെ വെർട്ടിക്കലായിട്ട് റീച്ച് ചെയ്യുന്നു സൺലൈറ്റ്. അത് നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും പോകും തോറും സൺലൈറ്റ് എന്ത് ചെയ്യാണ്? സ്ലാൻഡ് ചെയ്യാണ്, ചരിഞ്ഞാണ് പതിക്കുന്നത്. Then what about the frigid zone? Sun's rays are very much inclined in frigid zone. അത് കുറച്ചുകൂടെ, ആ ചരിവ് കുറച്ചുകൂടെ കൂടിയിട്ട് ഫ്രിജിഡ് സോൺ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും എത്തുമ്പോഴേക്കും സൺലൈറ്റ്, സൂര്യപ്രകാശം എങ്ങനെയാണ്? ദാറ്റ് വെരി മച്ച് ഇൻക്ലൈൻഡ് ഇൻ സച്ച് സോൺസ്. അതായത് കൂടുതൽ ചരിഞ്ഞ് ഒരുപാട് ദൂരം സഞ്ചരിച്ചുകൊണ്ടാണ് ഫ്രിജിഡ് സോണിലേക്ക് സൺലൈറ്റ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ടെമ്പറേറ്റ് സോണിലേക്ക് എത്തുമ്പോൾ, ട്രോപ്പിക്കൽ റീജിയൻ ടെമ്പറേറ്റ് സോണിലേക്ക് എത്തുമ്പോൾ ദി ഇന്റൻസിറ്റി ഓഫ് ഹോട്ട്നെസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് വീണ്ടും ഫ്രിജിഡ് സോണിലേക്ക് എത്തുമ്പോൾ ഒന്നുകൂടെ ആ ഒരു ഇന്റൻസിറ്റി ഓഫ് ഹോട്ട്നെസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്ത് വരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഇക്വേറ്ററിന്ന് നോർത്ത് പോളിലേക്ക് പോകുമ്പോഴും ഇക്വേറ്ററിന്ന് സൗത്ത് പോളിലേക്ക് പോകുമ്പോഴും സൺലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സൺലൈറ്റിന്റെ ആ ഒരു ഇന്റൻസിറ്റി ഓഫ് ഹോട്ട്നെസ് ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഹൈ ഇന്റൻസിറ്റിയിൽ സൺലൈറ്റ് റീച്ച് ചെയ്യുന്നത് എവിടെയാണ്? ട്രോപ്പിക്കൽ റീജിയനിലാണ്. ആ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതായി മാർക്ക് ചെയ്യുന്ന ഏകദേശം ഈ ഒരു ഭാഗം, സെൻട്രൽ ഭാഗം. ഓക്കെ, ദെൻ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കാം. The angle of incidence of the sun's rays becomes more inclined on approaching the poles. നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് പോൾസിലേക്ക് എത്തുമ്പോൾ, നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും റീച്ച് ചെയ്യുമ്പോഴേക്കും എത്തുമ്പോഴേക്കും സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ചരിഞ്ഞാണ് പതിക്കുക. The angle of incidence of sun's rays becomes more inclined on approaching the poles. ഓക്കെ, ഈ നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും ഒക്കെ സൂര്യപ്രകാശം എത്തുമ്പോഴേക്കും ഒരുപാട് ചരിഞ്ഞ്, വെർട്ടിക്കൽ അല്ലാണ്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരുപാട് ചരിഞ്ഞാണ് അവിടേക്ക് സൂര്യപ്രകാശം എത്തുന്നത്. സോ there occurs more energy loss as the sun's rays have to travel more through the atmosphere owing to the inclination. അപ്പൊ ഈ ഒരു ചരിവ് കാരണം, നമ്മുടെ ഭൂമിയുടെ ഈ ഒരു ചരിവ് കാരണം സൂര്യപ്രകാശത്തിന് കൂടുതൽ സമയം ട്രാവൽ ചെയ്യണം നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും ഒക്കെ എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫ്രിജിഡ് സോണിലേക്കും ടെമ്പറേറ്റ് സോണിലേക്കും ഒക്കെ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സൺലൈറ്റിന് എന്ത് വേണം? സൺസ് റേസ് ഹാവ് ടു ട്രാവൽ മോർ ത്രൂ ദി അറ്റ്മോസ്ഫിയർ ഓയിങ് ടു ദി ഇൻക്ലിനേഷൻ. ഈ ഒരു ചരിവ് കാരണം അറ്റ്മോസ്ഫിയറിലൂടെ കുറെ സമയം കൂടുതലായിട്ട് എന്ത് ചെയ്യണം? സൂര്യപ്രകാശത്തിന് ട്രാവൽ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നുണ്ട്? എനർജി ലോസ് സംഭവിക്കുന്നു. അപ്പോൾ ആ പ്രദേശങ്ങളിൽ ആ ഒരു സൺലൈറ്റിന്റെ ഇന്റൻസിറ്റി ഓഫ് ഹോട്ട്നെസ്, ആ ഒരു തീവ്രത, ചൂടിന്റെ തീവ്രത എന്താവുന്നു? കുറയുകയും ചെയ്യുന്നു. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ കാണുന്ന ചിത്രത്തിൽ തന്നെ നമ്മളൊരു സൂര്യനെ വരയ്ക്കുകയാണെങ്കിൽ, നമുക്കൊരു സൂര്യനെ വരയ്ക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സൂര്യനെ വരച്ചു.
അപ്പോൾ ആ സൂര്യനിൽ നിന്നുള്ള പ്രകാശം നമുക്ക് നോക്കാം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എവിടെ എത്തും? വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും സെൻട്രൽ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുക? സെൻട്രൽ ഭാഗത്തേക്കാണ് കളർ ഒന്ന് മാറ്റാം അല്ലേ, കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും സെൻട്രൽ ഭാഗമാണല്ലോ, നമ്മൾ ഇക്വേറ്റർ ഒക്കെ വരുന്ന ഭാഗമാണ് ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ട്രോപ്പിക്കൽ റീജിയൻ. അപ്പൊ ട്രോപ്പിക്കൽ റീജിയനിലേക്ക് കുറഞ്ഞ ദൂരം കൊണ്ട് സൂര്യപ്രകാശം എത്തുന്നു. അത് നമ്മൾ നോർത്തിലേക്കും സൗത്തിലേക്കും പോകുമ്പോൾ, ടെമ്പറേറ്റ് സോണ് അവിടെ നിന്ന് അങ്ങോട്ട് ഫ്രിജിഡ് സോണിലേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു ആരോ മാർക്കിന്റെ ലെങ്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്ത് ചെയ്യാണ്? നീളം കൂടി കൂടി വരികയാണ് അല്ലെ. നീളം കൂടി കൂടി വരിക എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശത്തിന്, സൺലൈറ്റിന് നമ്മുടെ ഭൂമിയിലേക്ക് എത്താൻ വേണ്ടി കുറേ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരുന്നു എന്നർത്ഥം. ഈ ഒരു ആരോ മാർക്കിന്റെ ലെങ്ത്തിലെ ഡിഫറൻസ് നോക്കുക കേട്ടോ. അതേപോലെ സദേൺ ഹെമിസ്ഫിയറിലും അതേപോലെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഇക്വേറ്ററിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സെൻട്രൽ ഭാഗത്തുള്ള ഒരു ട്രോപ്പിക്കൽ റീജിയനിൽ നിന്നും നമ്മൾ ടെമ്പറേറ്റ് സോണിലേക്കും അവിടുന്ന് ഫ്രിജിഡ് സോണിലേക്കും അഥവാ നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും ഒക്കെ മൂവ് ചെയ്യും തോറും കൂടുതൽ ദൂരം സൺലൈറ്റിന് ട്രാവൽ ചെയ്യേണ്ടി വരികയാണ്. അങ്ങനെ ഒരുപാട് ഡിസ്റ്റൻസ്, കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ എനർജി ലോസ് ഉണ്ടാകുന്നു. അതിന്റെ റിസൾട്ട് എന്നോണം ആ ഭാഗങ്ങളിൽ ഇന്റൻസിറ്റി ഓഫ് ഹോട്ട്നെസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ അവിടെ കുറയുന്നു എന്നർത്ഥം. അപ്പൊ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതലായിട്ട് ഫെൽറ്റ് ചെയ്യാൻ അനുഭവപ്പെടുക എവിടെയാണ്? ഈ ഒരു സെൻട്രൽ ഭാഗത്തായിരിക്കും. അതായത് സൺലൈറ്റ് വേർട്ടിക്കലായിട്ട് നേരെ കുത്തനെ പതിക്കുന്ന ഈ ഭാഗങ്ങളിലായിരിക്കും എന്ത്? ഏറ്റവും കൂടിയ താപനില, ടെമ്പറേച്ചർ ഫെൽറ്റ് ചെയ്യുക. അത് നോർത്ത് പോളിലേക്കും അതേപോലെ സൗത്ത് പോളിലേക്കും പോകും തോറും എന്ത് ചെയ്യുന്നു? ആ ടെമ്പറേച്ചർ കുറഞ്ഞ് കുറഞ്ഞ് ഡിക്രീസ് ചെയ്ത് വരുന്നു. അതിനുള്ള കാരണങ്ങൾ ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു സെന്റൻസ് മാർക്ക് ചെയ്ത ഈ ഒരു സെന്റൻസിൽ അതിനുള്ള ആൻസർ ഉണ്ട്. ദെൻ അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ നോക്കി അല്ലേ, ലാറ്റിറ്റ്യൂഡ്, വൺ ഓഫ് ദി മേജർ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസിങ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ഇസ് ലാറ്റിറ്റ്യൂഡ്. ദെൻ ദി നെക്സ്റ്റ് ഫാക്ടർ ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഉയരം അല്ലെ, ഒരു പ്രദേശത്തിന്റെ ഉയരം. യു ഹാവ് സ്റ്റഡീഡ് ദാറ്റ് the temperature in the atmosphere, the temperature in the troposphere decreases at the rate of 1 degree Celsius per 165 meter of altitude. 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു കൺസെപ്റ്റ് ആണ്. UP ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. എന്താണ്? യു ഹാവ് സ്റ്റഡീഡ് ദാറ്റ് the temperature in the troposphere decreases at the rate of 1 degree Celsius per 165 meter of altitude. അതായത് ഓരോ 165 മീറ്റർ ഉയരം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ട്രോപ്പോസ്ഫിയറിലെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് വീതം ഡിക്രീസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ട്രോപ്പോസ്ഫിയറിലെ ടെമ്പറേച്ചർ ഉയരത്തിനനുസരിച്ച്, ഹൈറ്റിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും, ഓരോ 165 മീറ്റർ ഓഫ് ആൾട്ടിറ്റ്യൂഡിനും ഹൈറ്റിനും എന്ത് ചെയ്യുന്നുണ്ട്? 1 ഡിഗ്രി സെൽഷ്യസ് വീതം ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. 8ാം ക്ലാസ് പഠിച്ചൊരു കൺസെപ്റ്റ് ആണ്. വാട്ട് ഈസ് ദിസ് പ്രോസസ് കോൾഡ്? ഈ ഒരു പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പലർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. യെസ്, ദി ആൻസർ ഈസ് നോർമൽ ലാപ്സ് റേറ്റ്. ഓക്കെ, ക്രമമായ താപനഷ്ട നിരക്ക് എന്നൊക്കെ പറയും. അപ്പോൾ നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ് ഈ ഒരു പ്രോസസ്സ് അറിയപ്പെടുന്നത്. നമ്മൾ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ പഠിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, അങ്ങനെ നമ്മൾ തെർമോസ്ഫിയർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്തെ ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ. ആ ട്രോപ്പോസ്ഫിയറിലെ ഒരു പ്രത്യേകതയാണ് നമ്മളിവിടെ പറഞ്ഞത്. The temperature in troposphere decreases at the rate of 1 degree Celsius per 165 meter of altitude. ഓരോ 165 മീറ്റർ ഉയരം കൂടുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് വീതം നമ്മുടെ ടെമ്പറേച്ചർ കൂടെയല്ല കുറഞ്ഞു വരുന്നുണ്ട്. ആ ഒരു പ്രോസസ്സാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അത് ഇവിടെ പറയാനുള്ള കാരണം, നമ്മൾ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ പറയുന്നത്. ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂഡ്, മറ്റൊന്ന് ആൾട്ടിറ്റ്യൂഡ് ആണ്, ഹൈറ്റ് ആണ്. അപ്പൊ ഹൈറ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. The temperature is comparatively low at places situated much above the sea level. Sea level-ന്, അപ്പൊ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ടെമ്പറേച്ചർ താരതമ്യേന കുറവായിരിക്കുമെന്ന് പറയുന്നു. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ, നല്ല ഉയർന്ന പ്രദേശങ്ങളിൽ ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. ഒരു ആക്ടിവിറ്റിയാണ്. Calculate the approximate temperature at the place marked A in the diagram
That is figure 1.7. Assuming the sea level temperature as 30 degrees Celsius. Okay, എന്താണ് ആക്ടിവിറ്റി? ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. എ എന്ന് മാർക്ക് ചെയ്ത ഒരു പ്ലേസ് കാണാൻ പറ്റും. നമുക്ക് കാണേണ്ടത് ആ എ എന്ന് പറയുന്ന സ്പോട്ടിലെ ടെമ്പറേച്ചർ എത്രയാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള കാര്യം എന്താ? സീ ലെവൽ ടെമ്പറേച്ചർ. സീ ലെവൽ ടെമ്പറേച്ചർ ആസ് 30 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഏറ്റവും താഴെയുള്ള അല്ലെ ഈ സീ ലെവൽ ടെമ്പറേച്ചർ എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് തന്നിട്ടുണ്ട്. 30 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് സ്പോട്ട് ഈ എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള സ്പോട്ടിലെ ടെമ്പറേച്ചർ എത്രയാണ്? അപ്പോ ആ എ എന്ന് പറയുന്ന സ്പോട്ട് എത്ര ഹൈറ്റിലാണുള്ളത് നമുക്ക് അറിയണമല്ലോ. അതിവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാ ഹൈറ്റ്? ഇതാക്കണം, ഇവിടെ കാണാം, ഏകദേശം വരച്ചതാണ് അല്ലെ. എത്രയാണ്? 1650 മീറ്റേഴ്സ് ഓഫ് ആൾട്ടിറ്റ്യൂഡ് ആണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആൾട്ടിറ്റ്യൂഡ് ഇൻ മീറ്റേഴ്സ്. മീറ്ററിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1650 മീറ്റർ ഹൈറ്റിലാണ് ഈ എ എന്ന് പറയുന്ന പ്ലേസ് ഉള്ളത്. അപ്പോൾ ആ എ എന്ന് പറയുന്ന പ്ലേസിലെ ടെമ്പറേച്ചർ എത്രയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? സീ ലെവൽ ടെമ്പറേച്ചർ 30 ആണ് എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, സീ ലെവൽ ടെമ്പറേച്ചർ 30 എന്ന് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി എഴുതാം ഇവിടെ. ഓക്കെ, സീ ലെവൽ ടെമ്പറേച്ചർ 30. ഞാനിവിടെ ഒന്ന് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരച്ചുകൊണ്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എഴുതാം. സീ ലെവൽ ടെമ്പറേച്ചർ എത്രയാണ്? അവിടെ 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ 1650 മീറ്റർ ഓഫ് ഹൈറ്റ്, 50 മീറ്റർ ഹൈറ്റിലുള്ള ടെമ്പറേച്ചർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ദാറ്റ് മീൻസ് ഫോർ എവറി 165 മീറ്റർ ഓഫ് ആൾട്ടിറ്റ്യൂഡ് ദ ടെമ്പറേച്ചർ ഡിക്രീസസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. ഓരോ 165 മീറ്റർ ഹൈറ്റിനും എന്ത് ചെയ്യുന്നുണ്ട്? 1 ഡിഗ്രി വീതം, 1 ഡിഗ്രി സെൽഷ്യസ് വീതം ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടുന്ന് എത്ര 165 മീറ്റർ ഉണ്ട്? ഈ 1650 എന്ന് പറയുന്ന ഒരു ഹൈറ്റിലേക്ക് അല്ലെ എത്ര 165 മീറ്റർ ഉണ്ട് നമ്മൾ നോക്കാം. ഓക്കെ, അതായത് ഒരു 165 മീറ്റർ ആണെങ്കിൽ ടെമ്പറേച്ചർ എന്തായി? 30 ഡിഗ്രിന്ന് ഒന്ന് കുറഞ്ഞ് 29 ആയി മാറും. വീണ്ടും ഒരു 165 ആയാൽ എത്രയായി? 28 ആയിട്ട് മാറും. അങ്ങനെ 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 എത്ര 165 ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ നോക്കാം. അതായത് അതിനുള്ള ഒരു എളുപ്പപ്പണി, അതിന്റെ ശരിക്കുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? അതിനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് 1650 ഡിവൈഡഡ് ബൈ 165. ആൻസർ എന്ത് കിട്ടും? വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കണക്കാണ്. ആൻസർ എന്ത് കിട്ടും? ആൻസർ എന്താ ആൻസർ കിട്ടുക? ആൻസർ എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും നമുക്ക് അല്ലേ. ഓക്കെ, 10 എന്ന് കിട്ടും. അത് ഏത് രൂപത്തിൽ ചെയ്യാം? നമുക്ക് സാധാരണ ഹരിക്കുന്ന രൂപത്തിൽ ഇങ്ങനെയും ചെയ്യാം അല്ലെ. 1650 ഡിവൈഡഡ് ബൈ 165. ആൻസർ എന്താ കിട്ടും? ആൻസർ നമുക്ക് 10 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ പ്ലേസ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ആൻസർ മാത്രം ഞാൻ എഴുതുകയാണ്. അപ്പോൾ അതിന്റെ മെത്തേഡ് മനസ്സിലായല്ലോ. അവിടെ തന്നിട്ടുള്ള ഈ ഒരു ഹൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? 165 മീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആൻസർ എന്ത് കിട്ടും? നമുക്ക് 10 എന്ന് കിട്ടും. 1650 ഡിവൈഡഡ് ബൈ എത്രയാണ്? 165. ആൻസർ എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും. അതായത് 10 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? താഴെയുള്ള ഈ 30 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 30 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 30 ഡിഗ്രി സെൽഷ്യസ് മൈനസ് ഇപ്പൊ ആൻസർ കിട്ടിയിട്ടുള്ള 10 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ എന്ത് കിട്ടും? 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ 10 ഡിഗ്രിയാണ് ഈ സീ ലെവലിൽ നിന്ന് ഒരു 10 ഡിഗ്രി 10 ഡിഗ്രിന്റെ കുറവാണ് എവിടെയുള്ളത്? 1650 എന്ന് പറയുന്ന ആ ഒരു ഹൈറ്റിൽ നമുക്ക് ഫെൽറ്റ് ചെയ്യും, നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ ടെമ്പറേച്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാ ടെമ്പറേച്ചർ? 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്, വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു. Then
Calculate the approximate temperature at the place marked A in the diagram, assuming the sea level temperature as 30 degrees Celsius. അപ്പോൾ അതിന്റെ ആൻസർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇതേപോലെ ഈ സീ ലെവൽ ടെമ്പറേച്ചർ മാറും, അതേപോലെ ഈ 1650 എന്നുള്ളത് മാറും. അപ്പോൾ അതൊക്കെ വേറെ കൊടുത്തുകൊണ്ട്, വേറെ ഫിഗേഴ്സ് കൊടുത്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, അതായത് നമ്മളിപ്പോൾ പറയുന്ന ഓൾട്ടിറ്റ്യൂഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇവിടെ പറയുന്നു. ദി ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്ഡ് ഇൻ പ്ലേസസ് ലൈക്ക് ഇടുക്കി ആൻഡ് വയനാട് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്സ് എറണാകുളം ആൻഡ് കോഴിക്കോട് റെസ്പെക്റ്റീവ്ലി. വൈ? അപ്പോൾ ചോദ്യം എന്താ? ആദ്യം ചോദ്യത്തിന്റെ അർത്ഥം നമുക്ക് നോക്കാമല്ലോ. അതായത് തൊട്ടടുത്തുള്ള എറണാകുളം ജില്ലയെക്കാളും കമ്പാരിറ്റീവ്ലി ടെമ്പറേച്ചർ കുറവാണ് എവിടെ? ഇടുക്കിയിൽ. അതേപോലെ തൊട്ടടുത്തുള്ള കോഴിക്കോട് ഡിസ്ട്രിക്റ്റിനേക്കാളും, കോഴിക്കോട് ജില്ലയെക്കാളും ടെമ്പറേച്ചർ വളരെ കുറവാണ് വയനാട്ടിൽ, അല്ലെ? വയനാടും കോഴിക്കോടും അടുത്തടുത്തുള്ള ജില്ലകളാണ്, എന്നാൽ കോഴിക്കോടിനേക്കാളും ടെമ്പറേച്ചർ കുറവാണ് വയനാട്ടിൽ. അതേപോലെ ഇടുക്കിയും എറണാകുളവും അടുത്തടുത്തുള്ള ജില്ലകളാണ്. ആ എറണാകുളത്തേക്കാളും ടെമ്പറേച്ചർ വളരെ കുറവാണ് ഇടുക്കിയിൽ. വൈ? അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതാണ് ചോദ്യം. ആൻസർ നമുക്ക് ഇവിടെ നോക്കാം. എന്താണ് ആൻസർ? As Idukki and Wayanad are located in high altitude, that is in Western Ghats, അല്ലെ? നമുക്കറിയാലോ, ഇടുക്കിയും വയനാടും ഉയർന്ന പ്രദേശങ്ങളാണ്, നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രദേശങ്ങളാണ്. പ്രത്യേകിച്ച് ഒന്നുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ വെസ്റ്റേൺ ഘാട്ടിൽ, പശ്ചിമഘട്ടത്തിലുള്ള ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. ദി ടെമ്പറേച്ചർ ദർ ഈസ് വെരി ലോ. അതുകൊണ്ട് തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ദി ടെമ്പറേച്ചർ ദർ ഈസ് വെരി ലോ. ആ പ്രദേശങ്ങളിൽ ടെമ്പറേച്ചർ എന്താണ്? വളരെ കുറവാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയായതുകൊണ്ട് ടെമ്പറേച്ചർ കുറവാണ്. അറ്റ് ദി സെയിം ടൈം എറണാകുളം ആൻഡ് കോഴിക്കോട് ആർ ലൊക്കേറ്റഡ് ഇൻ ലോ ആൾട്ടിറ്റ്യൂഡ്. താഴ്ന്ന പ്രദേശങ്ങളിലാണ്, ഉയരം കുറഞ്ഞ പ്രദേശങ്ങളാണ് എറണാകുളവും കോഴിക്കോടും. സോ ദീസ് ഡിസ്ട്രിക്ട്സ് എക്സ്പീരിയൻസ് മോർ ടെമ്പറേച്ചർ ദാൻ ഇടുക്കി ആൻഡ് വയനാട്. അതുകൊണ്ട് തന്നെ ലോ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ എറണാകുളവും കോഴിക്കോടും തൊട്ടടുത്തുള്ള ഇടുക്കിയേക്കാളും വയനാടിനേക്കാളും ഉയർന്ന താപനില അവിടെ അനുഭവപ്പെടുന്നു. ദാറ്റ് ഈസ് ദ ആൻസർ. വളരെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഉത്തരം കിട്ടും. ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ദെൻ അടുത്തത്, നിയർനെസ് ഓഫ് ഓഷ്യൻ. തേർഡ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസിങ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. നിയർനെസ് ഓഫ് ഓഷ്യൻ, അതായത് സമുദ്ര സാമീപ്യം എന്ന് പറയാം. എക്സാമിൻ ദി ടേബിൾ ഷോയിങ് ദി ടെമ്പറേച്ചർ റിലേറ്റഡ് ഡാറ്റ ഓഫ് സം സിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ചില നഗരങ്ങളിലെ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട ഡാറ്റ ഇവിടെ കാണാം നിങ്ങൾക്ക്. സിറ്റി, മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ, റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്. റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മീൻസ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, സോ ട്രിവാൻഡ്രം 33 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് താഴെയുള്ള കാര്യം വായിക്കാം. ഫൈൻഡ് ദി ലൊക്കേഷൻ ഓഫ് ദി ഗിവൻ സിറ്റീസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ അറ്റ്ലസ്. ഇത് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഈ ഓരോ പ്ലേസും, ട്രിവാൻഡ്രം, ബംഗളൂരു, ഡൽഹി, ഗോവ, ഈ 4 പ്രദേശങ്ങളും നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് നോക്കിയിട്ട് ഏത് ഭാഗത്താണെന്ന് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യാം. ആൻഡ് ദി ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ഫോർ ഡൽഹി ആൻഡ് ബംഗളൂരു, whereas it is very low for Trivandrum and Goa. Okay, എന്താ പറയുന്നത്? ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. എന്താണ് ഈ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദി ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ, അതാണ് എന്ത്? ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ആ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ ഫോർ ഡൽഹി ആൻഡ് ബംഗളൂരു. ബംഗളൂരിലും അതേപോലെ ഡൽഹിയിലും ഈ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. നമുക്ക് നോക്കാം. ഡൽഹി 17 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അതേപോലെ ബംഗളൂരുവിൽ 12 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. whereas it is very low for Trivandrum and Goa. ട്രിവാൻഡ്രത്തോ വെറും 5 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ, ഗോവയിൽ 6 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. അപ്പോൾ ട്രിവാൻഡ്രത്തും ഗോവയിലും റേഞ്ച് ഓഫ് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, അതായത് മാക്സിമം മിനിമം ടെമ്പറേച്ചർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണ്. എന്നാൽ ബംഗളൂരു, ഡൽഹി പോലെയുള്ള പ്ലേസസിലോ അത് വളരെ കൂടുതലുമാണ്. Okay, it can be inferred that the range of temperature will be high at places away from the sea and vice versa. അതാണ് ഇതിന്റെ ഒരു കാരണം. അതിനാണ് ആദ്യം എന്ത് പറഞ്ഞത്? ഫൈൻഡ് ദി ലൊക്കേഷൻ ഓഫ് ഗിവൺ സിറ്റീസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ അറ്റ്ലസ് എന്ന് പറഞ്ഞത്. അതായത് ഈ 4 പ്ലേസും നമ്മൾ മാപ്പിൽ നോക്കി അതിന്റെ ഒരു ലൊക്കേഷൻ കണ്ടെത്തുക. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ട്രിവാൻഡ്രം അതേപോലെ തന്നെ ഗോവ രണ്ടും അറേബ്യൻ സീനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഓക്കെ, അറിയാലോ, ഒരു ഭാഗത്ത് അറബിക്കടലാണ്. അതേസമയത്ത് ബാംഗ്ലൂരു ആൻഡ് ഡൽഹി, ദീസ് പ്ലേസസ് ആർ സറൗണ്ടഡ് ബൈ ലാൻഡ്. എല്ലാ ഭാഗത്തും കരഭാഗത്താൽ സറൗണ്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളാണ് ബാംഗ്ലൂരു, ഡൽഹി.
ഓക്കെ, ട്രിവാൻഡ്രം ഗോവ നമ്മൾ പറഞ്ഞു, അത് രണ്ട് പ്ലേസിന് എന്തുണ്ട്? പ്രസൻസ് ഓഫ് ഓർ നിയർനെസ് ഓഫ് അറേബ്യൻ സീ, അറബിക്കടലിന്റെ ഒരു സാമീപ്യം ഈ രണ്ട് പ്രദേശങ്ങൾക്കുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നു, ഇറ്റ് ക്യാൻ ബി ഇൻഫേർഡ് ദാറ്റ് ദി റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിൽ ബി ഹൈ അറ്റ് പ്ലേസസ് അവേ ഫ്രം ദി സീ ആൻഡ് വൈസ് വേഴ്സ. അതായത് സമുദ്ര സാമീപ്യം ഇല്ലാത്ത പ്രദേശമാണെങ്കിൽ, കടലിൽ നിന്നോ സമുദ്രത്തിൽ നിന്നോ ഒക്കെ ഒരുപാട് ദൂരെയുള്ള പ്രദേശമാണെങ്കിൽ അങ്ങനത്തെ പ്രദേശങ്ങളിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ആൻഡ് വൈസ് വേഴ്സ, വൈസ് വേഴ്സ മീൻസ് ദി റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിൽ ബി ലോ അറ്റ് പ്ലേസസ് നിയർ ടു ദി സീ ഓർ ക്ലോസ് ടു ദി സീ. സമുദ്രത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ ടെമ്പറേച്ചർ കുറവായിരിക്കുമെന്നർത്ഥം. ഓക്കെ, ടെമ്പറേച്ചർ റിമെയിൻസ് മോഡറേറ്റ് അറ്റ് പ്ലേസസ് ക്ലോസ് ടു ദി സീ. നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, വീണ്ടും പറയാണ്. ടെമ്പറേച്ചർ റിമെയിൻസ് മോഡറേറ്റ് അറ്റ് പ്ലേസസ് ക്ലോസ് ടു ദി സീ. സമുദ്രത്തോട് അല്ലെങ്കിൽ കടലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ടെമ്പറേച്ചർ എപ്പോഴും എന്തായിരിക്കും? റിമെയിൻസ് മോഡറേറ്റ് എന്ന് വെച്ചാൽ കൂടുതലും അല്ല കുറവുമല്ല, എല്ലായ്പ്പോഴും ഒരു മിതമായ ടെമ്പറേച്ചർ ആയിരിക്കും അങ്ങനെയുള്ള പ്ലേസസിൽ ഉണ്ടാവുക. എങ്ങനെയുള്ള പ്ലേസസിൽ? പ്ലേസസ് ക്ലോസ് ടു ദി സീ, കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ, ലൈക്ക് ഗോവ ആൻഡ് ട്രിവാൻഡ്രം. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ്, അത് എന്തുകൊണ്ടാന്ന് പറയുന്നു, ദിസ് ഈസ് ബിക്കോസ് ദി ഹീറ്റിംഗ് ഓഫ് ലാൻഡ് കോസസ് വിൻഡ് ടു ബ്ലോ ഫ്രം sea to land and cooling of land causes wind to blow from land to sea. ആ സെന്റൻസ് ഒന്നുകൂടി നോക്കാം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്ലേസസിൽ, അതായത് പിന്നെ സീ സാന്നിധ്യമുള്ള, ഓഷ്യൻസിന്റെ ഒക്കെ പ്രസൻസ് ഉള്ള, വാട്ടർ ബോഡീസിന്റെ പ്രസൻസ് ഉള്ള, നിയർനെസ് ഉള്ള ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ഉണ്ടാവുന്നത്, ടെമ്പറേച്ചർ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദി ഹീറ്റിംഗ് ഓഫ് ലാൻഡ് കോസസ് വിൻഡ് ടു ബ്ലോ ഫ്രം സീ ടു ലാൻഡ്. അതായത് ലാൻഡ് ചൂടാകുമ്പോൾ, ഓക്കെ, കരഭാഗം ചൂടാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? കോസസ് വിൻഡ് ടു ബ്ലോ ഫ്രം സീ ടു ലാൻഡ്. കടലിൽ നിന്ന് ആ ചൂടായ കരയിലേക്ക് കാറ്റ് വീശും. അപ്പൊ അവിടെ ഒന്നുണ്ടാവും, നോർമൽ ആവും. അതേപോലെ ദി കൂളിംഗ് ഓഫ് ലാൻഡ് കോസസ് വിൻഡ് ടു ബ്ലോ ഫ്രം ലാൻഡ് ടു സീ. അതായത് ലാൻഡ് തണുക്കുമ്പോൾ, നേരത്തെ ചൂടാവുമ്പോൾ പറഞ്ഞത്, ഇപ്പൊ ലാൻഡ് അതായത് കരഭാഗം തണുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദാറ്റ് കോസസ് വിൻഡ് ടു ബ്ലോ ഫ്രം ലാൻഡ് ടു സീ. കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ സീ ബ്രീസും ലാൻഡ് ബ്രീസും മാറി മാറി വീശുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്ലേസസിൽ, എങ്ങനെയുള്ള പ്ലേസസ് ക്ലോസ് ടു ദി സീ, കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ്, ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാക്ടറും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ക്വസ്റ്റ്യനും കൂടെയുണ്ട്. ജനറലി കേരള എക്സ്പീരിയൻസസ് മോഡറേറ്റ് ടെമ്പറേച്ചർ വൈ? സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആണ്, ഒരു മിതമായ കാലാവസ്ഥയാണ്, താപനിലയാണ്. എന്തുകൊണ്ട്? വൈ? Because Kerala is located near to the Arabian Sea. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്, ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്ലേസസിൽ എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, സോ ഫൈനലി winds, the fourth factor that influencing the distribution of temperature. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നാലാമത്തെ, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അവസാനത്തെയും ഒരു ഫാക്ടറാണ് വിൻസ്. അതായത് എന്താ വിൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, കാറ്റുകൾ അല്ലെ. അപ്പോൾ നോക്കാം, നമുക്ക് ന്യൂസ് ഹെഡ്ലൈൻസ് കാണാൻ പറ്റും ഇവിടെ. ഹോട്ട് വിൻഡ് ഇൻ ഡൽഹി, മെനി സൺബേൺഡ്. ഡൽഹിയിൽ ഹോട്ട് വിൻഡ്, അതായത് ഉഷ്ണക്കാറ്റ്, ഒരുപാട് ആളുകൾക്ക് എന്ത് സംഭവിച്ചു? സൂര്യാഘാതം, സൺബേൺഡ്, ഒരുപാട് പേർക്ക് സൂര്യാഘാതം സംഭവിച്ചു. പാലക്കാട് ബേൺസ് ഹോട്ട് വിൻഡ് ഫ്രം തമിഴ്നാട്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഹോട്ട് വിൻഡ്, ഉഷ്ണക്കാറ്റ്, അതിന്റെ ഭാഗമായിട്ട് പാലക്കാട് പൊള്ളുന്നു. കോൾഡ് വിൻഡ്, സ്നോഫോൾ ഇൻ ദി വാലി. അതായത് ശീതക്കാറ്റ്, തണുത്ത കാറ്റ് കാരണം താഴ്വരയിലൊക്കെ മഞ്ഞു വീഴ്ച. ഒബ്സർവ് ദി ന്യൂസ് ഹെഡ്ലൈൻസ്. നമ്മളിപ്പോൾ നോക്കി ദി വാം, ഈ ഒരൊറ്റ സെന്റൻസ് എവിടെ നമുക്ക് നോക്കാനുള്ളൂ ആക്ച്വലി. The warm and cold winds can respectively raise or lower the temperature of the places through which they pass. The warm and the cold winds can respectively raise or lower the temperature of the places through which they pass. അതായത് വാം വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചൂടുള്ള കാറ്റ്, ചൂടുകാറ്റ്. കോൾഡ് വിൻഡ്, തണുത്ത കാറ്റ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാറ്റുകൾക്ക് ആ കാറ്റ് കടന്നു പോകുന്ന പ്രദേശത്തെ ഒന്നുകിൽ ചൂട് കൂട്ടാനോ അല്ലെങ്കിൽ ചൂട് കുറയ്ക്കാനോ സാധിക്കും. അപ്പോൾ വാം വിൻഡ് ആണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. കോൾഡ് വിൻഡ് ആണ് പാസ് ചെയ്യുന്നത് എങ്കിൽ പിന്നെ പാസ് ചെയ്യുന്ന പ്രദേശത്തെ ടെമ്പറേച്ചർ ലോ
അല്ലെ, അല്ലെങ്കിൽ ഒന്ന് കുറയുന്നു, ഡിക്രീസ് ചെയ്യാനും അത് സഹായിക്കുന്നു, കാരണമാകുന്നു. അപ്പോൾ ആ രൂപത്തിൽ വിൻസ് ആർ ഓൾസോ വൺ ഓഫ് ദി ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ് ഇത് വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇന്നിവിടെ നോക്കാനുള്ളത്. The temperature of a place vary in accordance with its latitudinal location, altitude, nearness to sea, winds, etc. നമ്മൾ പറഞ്ഞതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് അവസാനം ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നിർത്താം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.